നമസ്കാരം. ആർക്കിടെക്ട് ശ്യാം, റിപ്പയർ കൊച്ചിയിൽ നിന്നും. കെട്ടിടങ്ങൾക്ക് വരുന്ന 5 തരം തകരാറുകളെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. അതിൽ തന്നെ ഒരെണ്ണം വിശദീകരിക്കുകയും ചെയ്തു. ഇത് രണ്ടാമത്തേതാണ്. ഫൗണ്ടേഷന്റെ താഴെയുള്ള മണ്ണിന്റെ ഉറപ്പിന് കാലങ്ങൾ കൊണ്ട് പല രീതിയിൽ കുറവ് വരാം. ഒന്ന്, തൊട്ടടുത്തുള്ള താഴ്ന്ന ഭാഗത്തേക്ക്, അത് കുളമോ പാടമോ ആകാം, കുറേശ്ശെ മണ്ണൊലിച്ചു പോയി നിലപാട് തറ വീക്കാവാം. 2, തൊട്ടടുത്തുള്ള ഒരു റീറ്റെയിനിങ് വാൾ വീക്കായത് മൂലം ഉണ്ടായ പ്രശ്നങ്ങൾ. ഈ 2 കേസും ടീം റിപ്പയർ കൊച്ചി അറ്റൻഡ് ചെയ്ത് വിജയിപ്പിച്ചതാണ് താഴെ പറയുന്നത്. പുതിയ കെട്ടിടം പണിയുമ്പോൾ ഇത്തരം പ്രശ്നം ഭാവിയിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ പറയാം. ഈ ചിത്രത്തിൽ കാണുന്ന വീടിന്റെ കുറച്ചു ദൂരെയായി ഉള്ള താഴ്ന്ന ഭാഗത്തേക്ക് കുറേശ്ശെ മണ്ണൊലിച്ചു പോയിട്ട് ഫൗണ്ടേഷൻ വീക്കായി. തുടർന്ന് എല്ലാ ഭിത്തികളിലും വിള്ളലുകൾ വന്നു തുടങ്ങി. ഒരു 2 വർഷത്തിനകം വീട് അബാൻഡൻ ചെയ്യേണ്ടി വരും എന്നുള്ള ഭീതിയിലായിരുന്നു കുടുംബം. ഇത്തരം സന്ദർഭങ്ങളിൽ സാൻഡ് പൈലിംഗ് ചെയ്താൽ അത് 100 വർഷം വരെ നിലനിൽക്കും. പക്ഷേ പലപ്പോഴും സാൻഡ് പൈലിംഗ് എക്സ്പെൻസീവ് ആണ്. പ്രാക്ടിക്കലി മെഷീനറി വയ്ക്കാനുള്ള സ്ഥല സൗകര്യം ഉണ്ടായി എന്നും വരില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബാംബു അല്ലെങ്കിൽ ടീക്വുഡ് പൈലാണ് നല്ലത്. അത് ചെയ്താൽ 15 മുതൽ 25 വർഷത്തേക്ക് സമാധാനമായി നിങ്ങളുടെ വീടിനെ നിലനിർത്താൻ പറ്റും. ഇവിടെ 100 സ്ക്വയർ ഫീറ്റിൽ 100 പൈൽ വരുന്ന രീതിയിലാണ് ചെയ്തത്. ബാംബുവിന് കേടുവരാതിരിക്കാൻ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. പ്രാക്ടിക്കലി 10 അടി ദൂരം മുതലുള്ള മണ്ണിന് തിക്കിത്തിരക്കി കെട്ടിടത്തിന്റെ അടിഭാഗത്തെ മണ്ണിനെ ഉറപ്പിക്കുന്ന ഒരു രീതിയാണിത്. ഇതോടൊപ്പം മണ്ണ് ആ ഭാഗത്തു കൂടി ഒലിച്ചു പോകുന്നത് ഒഴിവാക്കുകയും ചെയ്യും. ഇങ്ങനെ വലിയ അസറ്റ്സിന്റെ ആയുസ് വർദ്ധിപ്പിക്കാൻ പറ്റും. സാധാരണക്കാരന്റെ വീടെന്ന സ്വപ്നത്തിനെ നാശത്തിൽ നിന്നും രക്ഷിക്കുമ്പോൾ നാം അവരെ മാത്രമല്ല പ്രകൃതിയെയും കൂടിയാണ് സഹായിക്കുന്നത്. ഇത്തരം കൂടുതൽ പ്രവൃത്തികളെ കുറിച്ച് അറിയാൻ repairkochi.com സന്ദർശിക്കുക. കേരളത്തിൽ 12 ജില്ലയിലും കോയമ്പത്തൂരിലും ഇപ്പോൾ റിപ്പയർ കൊച്ചിക്ക് സർവീസ് ഉണ്ട്.